സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് അവർ ചാനൽ. ഇന്ന് 8ാം ക്ലാസ്സിലെ പബ്ലിക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും വിത്ത് ആൻസറുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് 40 മാർക്കിലായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക. അതുപോലെ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം തന്നിരിക്കും. ആ ടൈമിൽ നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസും വായിച്ചു നോക്കുക. പിന്നെ ഓരോ ക്വസ്റ്റ്യൻ എഴുതുമ്പോഴും അതിൻ്റെ സൂചനകൾ കൊടുത്തിട്ടുണ്ടാവും. ഇപ്പോൾ 1 മുതൽ ഇത്ര വരെയുള്ള ക്വസ്റ്റ്യന് ആൻസർ ചെയ്യുക. അതുപോലെ ഇതിൽ 5 മാർക്കിൻ്റെ ഒക്കെ ക്വസ്റ്റ്യന് ഓർ ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ അതിൽ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഓരോന്നും വിശദമായിട്ട് നോക്കാം. ഒന്നാമത്തെ സൂചന ഇതാണ്. സഫേദ് ഗുഡ് കഹാനി കാ യഹ് അംശ് പഠേ 1 से 3 തക്ക് കെ പ്രശ്നോം കെ ഉത്തർ ലിഖേ. സഫേദ് ഗുഡ് എന്ന ഒരു പാഠത്തിലെ ആ സ്റ്റോറിയിലെ ഒരു ഭാഗം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, ഒരു ബോക്സിനകത്ത് തന്നിട്ടുണ്ട്. അത് വായിച്ച് നോക്കി 1 മുതൽ 3 വരെയുള്ള ക്വസ്റ്റ്യന് നിങ്ങൾ ആൻസർ ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ആ പാസേജ് വായിച്ച് നോക്കുക. ഓക്കെ, ഞാനിപ്പോൾ പാസേജ് വായിക്കുന്നില്ല, നമുക്ക് ടൈം ഒത്തിരി ആവും. അതുകൊണ്ട് പാസേജ് വായിക്കാണ്ട് പെട്ടെന്ന് തന്നെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. സാരാ ഖൂൻ മേം സാരാ ശബ്ദ് ക്യാ ഹേ. അതിൻ്റെ ആൻസർ വിശേഷൻ. ഓക്കെ, അതിനൊരു മാർക്കാണ് കേട്ടോ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ലഡ്കേ കാ ചെഹ്റ കാല പട് ഗയാ ക്യോ. കുട്ടിയുടെ മുഖം കറുത്തിരുണ്ടു, എന്തുകൊണ്ട്? അതിൻ്റെ ആൻസറാണ് ഞാൻ ഇവിടെ ബ്ലൂ കളർ പേന കൊണ്ട് എഴുതിയിട്ടുള്ളത്. ലഡ്കേക്കോ രാസ്തേ സെ അട്ടന്നി മിലി ലേക്കിൻ അട്ടന്നി പൻസാരി കെ ഡിബ്ബെ മേ ഗിർ ഗയി. അട്ടന്നി നെഹി മിൽനെ കെ കാരൺ ഉസ്കാ ചെഹ്റ കാല പടാം. അതായത് ആ കുട്ടിക്ക് എന്താണ്, ആ വഴിയിൽ നിന്ന് ഒരു അട്ടനി ലഭിച്ചു ഇല്ലേ, ഒരു അണ ലഭിച്ചു. പക്ഷേ അത് ആ കടക്കാരൻ്റെ ആ ബോക്സിനകത്തേക്ക് വീഴുകയും അത് കിട്ടാതെ ആവുകയും ചെയ്തപ്പോഴാണ് അവൻ്റെ മുഖം വിഷമിച്ച് ഇങ്ങനെ കറുത്തു പോയത്. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് വൈകല്പിക ക്വസ്റ്റ്യൻ ആണ്, അതായത് ഓർ ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്താൽ മതി. നിങ്ങൾക്ക് 4 മാർക്കാണ് ആ ഒരു ക്വസ്റ്റ്യന്. മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ ലഡ്ക നമക് ഖരീദനെ ദുകാൻ ഗയാ രാസ്തേ में उसे अट्टनी मिली. अट्टनी से उसने गुड़ खरीदना चाहा लेकिन वह गुड़ खरीद नहीं सका. इस प्रसंग पर दुकानदार और लड़के के बीच की संभावित बातचीत लिखे. ബാത്ചീത്ത് എഴുതാനാണ്, അതായത് കോൺവെർസേഷൻ. അപ്പോൾ 4 വിനിമയം, അതായത് ഒരാൾ ഒരു 4 വിനിമയം, അങ്ങനെ ടോട്ടൽ 8 വിനിമയമെങ്കിലും നിങ്ങൾ എഴുതണം. ആര് തമ്മിലാണ്? ദുക്കാൻദാറും പിന്നെ ആ കുട്ടിയും തമ്മിലുള്ള കോൺവെർസേഷനാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അത് എളുപ്പമാണ്, നിങ്ങൾ എഴുതുമല്ലോ. ഇനി ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിട്ടുള്ളത് എന്താണ്? ലഡ്കേക്ക് ഗുഡ് ഗാനെ കി ഇച്ഛ സഫൽ നഹി ഹുയി ഉസ്കെ വിചാരോം കോ ഡയറി കെ രൂപമേ ലിഖേ. അതായത് ഡയറി എഴുതാനാണ്. അപ്പോൾ ഡയറി മിനിമം ഒരു 80 വേർഡ്സെങ്കിലും ആ ഡയറിയിൽ ഉണ്ടായിരിക്കണം കേട്ടോ. അപ്പോൾ ആ ഡയറി ഞാൻ പെട്ടെന്നൊന്ന് വായിച്ച് കേൾപ്പിച്ചു തരാം. ഡയറിന്ന് ഹെഡിങ് കൊടുക്കണം, ഡേറ്റ് ഇടുക, ഡേ എഴുതുക, ഗുരുവാർ രാത് 9 ബജെ. ഇവിടെ ടൈമും കൊടുത്തിട്ടുണ്ട്. ഹേ ഭഗവാൻ മേ ക്യാ കരും ആജ് ബി സഫേദ് ഗുഡ് ഖാ നാ സക. ഇന്നും എനിക്ക് വെളുത്ത ശർക്കര കഴിക്കാൻ പറ്റിയില്ല. ദുകാൻ മേ ഉസേ ദേഖ് കർ മുഹ് സേ പാനി ആ ജായ കർത്താ താ. കടയിൽ വെള്ളശർക്കര കണ്ട് എൻ്റെ വായിൽ നിന്നും വെള്ളം വന്നു. മേരെ കുച്ച് സാത്തി റോസ് ഗുഡ് ഖാത്തേ ഹേ. എൻ്റെ കുറേ ഫ്രണ്ട്സ് എന്നും ഈ ശർക്കര കഴിക്കാറുണ്ട്. വേ മുझे ചിട് ചിടാക്കർ ഖാത്തേ ഹേ. എന്നെ കൊതിപ്പിച്ച് അവർ കഴിക്കും. മേരെ മൻ മേ ഗുഡ് ഖാനെ കി ലാൽസ ഔർ തേസ് ഹോ ജാത്തി ഹേ. എൻ്റെ മനസ്സിൽ ആ ശർക്കര കഴിക്കാനുള്ള ആ കൊതി കൂടി വന്നു. കൈസെ ബി ഹോ മുझे ബി ഗുഡ് ഖാന ഹേ. എങ്ങനെയെങ്കിലും എനിക്കത് കഴിക്കണം. ക്യാ കരും മാം കെ ബട്ടുവേ സെ പൈസെ ചുരാ ലൂ. എന്താ ഞാൻ ചെയ്യുക? അമ്മയുടെ പേഴ്സിൽ നിന്ന് പൈസ മോഷ്ടിക്കണോ? അരേ ഭഗവാൻ മേരെ മൻമേ യഹ് ബുരാ ഖ്യാൽ കൈസെ ആയ. ഭഗവാനെ, എൻ്റെ മനസ്സിൽ ഈ പൊട്ട ചിന്ത എങ്ങനെ വന്നു? മാഫി ചാഹ്താ ഹൂം ഭഗവാൻ, എന്നോട് ക്ഷമിക്കണം. അപ്പോൾ ഈ ഡയറി എല്ലാവരും നന്നായി പഠിക്കുക. നിങ്ങൾ നോട്ടിലേക്ക് എഴുതിയെടുത്തിട്ട് നന്നായി പഠിക്കുക. അപ്പോൾ 3 ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ ആൻസർ ചെയ്ത് കഴിഞ്ഞു. ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അതിനൊരു സൂചന കൊടുത്തിട്ടുണ്ട്. ഖൂബ്സൂരത് അനുഭൂതി ഹേ എവറസ്റ്റ് സാക്ഷാത്കാർ കാ യഹ് അംശ് പഠേ 4 से 7 തക്ക് കെ പ്രശ്നം കെ ഉത്തർ ലിഖേ. ആ മൗണ്ട് എവറസ്റ്റിൻ്റെ ആ പാഠത്തിലെ ഒരു പാസേജ് തന്നിട്ടുണ്ട്. അതിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ്. 4 മുതൽ 7 വരെയുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്യണം.
जानने की इच्छा के अर्थ में प्रयुक्त शब्द है. അറിയുക അറിയാനുള്ള ആഗ്രഹം എന്നതുമായി ബന്ധപ്പെട്ട ആ ഒരു വാക്ക്. ആൻസർ ജിജ്ഞാസ. ഓപ്ഷൻ ബി ജിജ്ഞാസ. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. സിന്ദഗി മേ ജിജ്ഞാസ കാ മഹത്വ ക്യാ ഹേ? ജീവിതത്തിൽ ജിജ്ഞാസയുടെ മഹത്വം എന്താണ്? ആൻസർ നോക്കൂ. സിന്ദഗി മേ ജിജ്ഞാസ കാ ബഡാ മഹത്വ ഹേ. ജിജ്ഞാസ സെ ഹമേ ആകെ ബഡ്നെ കി പ്രേരണ മിൽത്തി ഹേ. ജിജ്ഞാസ കൊണ്ടാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ള പ്രേരണ ലഭിക്കുന്നത്. ഇനി അടുത്തത് ആറാമത്തെ ക്വസ്റ്റ്യൻ. ആശയ വിസ്താർ കർക്കെ വാക്യ പിരമിഡ് കി പൂർത്തി കരേ. ആശയം വിസ്തരിച്ച് വാക്യ പിരമിഡ് പൂർത്തീകരിക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ ഞാൻ കൊടുത്തിട്ടുണ്ട്. മുझे जिज्ञासा थी, मुझे पहाड़ों पर चढ़ने की जिज्ञासा थी, मुझे बर्फ से ढके पहाड़ों पर चढ़ने की जिज्ञासा थी, मुझे बर्फ से ढके पहाड़ों पर चढ़ने की बहुत जिज्ञासा थी. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. संतोष यादव माउंट एवरेस्ट की चोटी पर पहुंच गई. इस पर समाचार पत्र में रपट आई. संकेतों की सहायता से संभावित रपट लिखे. അതായത് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ്? സന്തോഷ് യാദവ് മൗണ്ട് എവറസ്റ്റിലെ കൊടുമുടി കീഴടക്കി. അപ്പോൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ന്യൂസ് പേപ്പറിൽ ഒരു റിപ്പോർട്ട് എഴുതണം. അതിന് മാർക്ക് 4 മാർക്കാണ്. ഓക്കെ, അപ്പോൾ അതിൽ കുറച്ച് ഹിൻസ് ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ. അത് നന്നായി വായിച്ചിട്ട് വേണം ആൻസർ ചെയ്യാൻ. നമുക്ക് ആൻസർ നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ന്യൂസ് റിപ്പോർട്ട് എഴുതുമ്പോൾ ഒരു ഹെഡിങ് കൊടുക്കണം കേട്ടോ. ഹരിയാന संतोष यादव दूसरी बार एवरेस्ट की चोटी पर. पहले 1992 और 1993 में भी एवरेस्ट की चोटी पर पहुंची. उनकी जानने की इच्छा ही उस स्थान पर पहुंच जाया था. वह निडर व्यक्ति थी. बर्फ से ढकी चोटियों को समझने की इच्छा ने उसे माउंट एवरेस्ट की चोटी पर पहुंचाया. वह भी 2 बार. सबकी तरफ से उन्हें बधाइयाँ मिली. एवरेस्ट की चोटी पर 2 बार पहुंचने वाली भारत की पहली महिला पर्वतारोही है സന്തോഷ് യാദവ്. അപ്പോൾ അർത്ഥം ഇപ്പോൾ വിശദമായിട്ട് ഞാൻ പറയുന്നില്ല. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ. അതിനു മുന്നേ ഒരു സൂചന കൊടുത്തിട്ടുണ്ട്. വ്യംഗ്യ ലേഖ് ജൽ ബാങ്ക് കാ അംശ പഠേ. പ്രശ്ന 8 और 9 के उत्तर लिखे. ജൽ ബാങ്ക് എന്ന ആ ഒരു ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ് 8, 9. അപ്പോൾ അതിൽ ഒരു പാസേജ് തന്നിട്ടുണ്ട്. അത് വായിച്ചിട്ട് വേണം ആൻസർ ചെയ്യാൻ. പാനി പാനി ഹോന കാ മത്ലബ് ക്യാ ഹേ? ആൻസർ ലജ്ജിത് ഹോന. അടുത്തത് മാർച്ച് 22 വിശ്വ ജൽ ദിവസ് ഹേ. इस अवसर पर जल जीवन का आधार है का संदेश देते हुए एक പോസ്റ്റർ തയ്യാർ करें. പോസ്റ്റർ നിങ്ങൾക്ക് വളരെ ഈസി ആയിരിക്കും അല്ലേ? ഒരു പോസ്റ്റർ നമുക്ക് വേഗം നോക്കാം. പോസ്റ്ററിന് ഹെഡിങ് കൊടുക്കണം. എന്നിട്ടൊരു ബോക്സൊക്കെ വരച്ച് വളരെ നീറ്റായി ചിത്രമൊക്കെ ഉള്ള തീമൊക്കെ ഉള്ള രീതിയിൽ വേണം നിങ്ങൾ പോസ്റ്റർ തയ്യാറാക്കാൻ. എന്നാലാണ് ഫുൾ മാർക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ ഇത് ജലത്തെക്കുറിച്ചായതുകൊണ്ട് ഇതുപോലെ എന്തെങ്കിലും ഒരു പിക്ചർ കൊടുക്കാം. എന്നിട്ട് മാർച്ച് 22 വിശ്വ ജൽ ദിവസ് എന്ന് അവിടെ എഴുതുക. ജൽ ഹേ തോ കൽ ഹേ. ജലമുണ്ടെങ്കിലേ നാളെ ഉണ്ടാകൂ. അപ്പോൾ ഇതുപോലെയുള്ള മെസ്സേജ് കൊടുത്തിട്ടുള്ള പോസ്റ്ററുകളാണ് നിങ്ങൾ തയ്യാറാക്കേണ്ടത്. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അതിൻ്റെ സൂചന ആദ്യം വായിക്കണം. പിതാ കാ പ്രായശ്ചിത്ത് സംസ്മരൺ കാ അംശ പഠേ. പ്രശ്ന 10 और 11 के उत्तर लिखे. പിതാ കാ പ്രായശ്ചിത്തിലെ ഒരു പാസേജ് കൊടുത്തിട്ടുണ്ട്. അത് വായിച്ചിട്ട് വേണം ഇതിനൊക്കെ ആൻസർ ചെയ്യാൻ. 10ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? अपने पिता के प्रायश्चित का क्या प्रभाव अरुण गांधी पर पड़ गया? आंसर എന്താണ്? उसने कभी झूठ ना बोलने का निर्णय ले लिया. ओके, इनी 11ാമത്തെ क्वेश्चन. प्रस्तुत प्रसंग के आधार पर अरुण गांधी की उस दिन की संभावित डायरी लिखे. ഈ ഭാഗത്തിനെ ആധാരമാക്കി അരുൺ ഗാന്ധിയുടെ ഡയറിയാണ് നമ്മൾ എഴുതേണ്ടത്. ഡയറി എഴുതുമ്പോൾ ഡേറ്റും അതുപോലെ ഏതാണ് ദിവസം. ഇപ്പോൾ അത് ശനിവാരം എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഏതെങ്കിലും ഒരു ഡേറ്റ് കൊടുക്കുക. ആജ് കാ ദിൻ പിതാജി സെ झूठ क्यों बोला? मेरे झूठ पर पिताजी ने प्रायश्चित किया. जॉन बेन की फिल्म देखते देखते समय का बिल्कुल ध्यान नहीं रखा.
അതായത് ആജ് കാ ദിൻ എന്നിട്ട് കുറേ ഡോട്ട് ഇട്ടേക്കണം. ഇന്നത്തെ ദിവസം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഡോട്ട് ഇടാം. അതല്ലെങ്കിൽ ദുഃഖദായക് ഹേ, അവിസ്മരണീയ ഹേ, ആജ് കാ ദിൻ ഭൂൽ നഹീ സക്ത, ആജ് കാ ദിൻ മുझे बहुत ദുഃഖ് ഹുയി, അങ്ങനെയൊക്കെ കൊടുക്കാം. എന്നിട്ട് എന്താണ്, പിതാജിസെ ജൂട്ട് ക്യോം ബോല, എന്തിനാണ് ഞാൻ പിതാജിയോട് കള്ളം പറഞ്ഞത്. മേരെ ജൂട്ട് പർ പിതാജിനെ പ്രായശ്ചിത് കിയ, എൻ്റെ നുണ കൊണ്ട് പിതാജി പ്രായശ്ചിത്തം ചെയ്തു. ജോൺ ബെൻ की फिल्मी देखते देखते समय का बिल्कुल ध्यान नहीं रहा, ജോൺ ബെന്നിൻ്റെ സിനിമ കണ്ട് കണ്ട് ഞാൻ സമയം പോയതറിഞ്ഞില്ല. पिताजी से यह बताते हुए बहुत शर्म आई कि एक पश्चिमी फिल्म देख रहा था, ഒരു ഇംഗ്ലീഷ് സിനിമ കാണുന്നു എന്ന് അച്ഛനോട് പറയാൻ എനിക്ക് നാണക്കേടായിരുന്നു. इसलिए झूठ बोला, അതുകൊണ്ട് ഞാൻ നുണ പറഞ്ഞു. कोई अनुमान नहीं था कि वह अपने आप को सजा दे, ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അദ്ദേഹത്തെ തന്നെ ശിക്ഷിക്കുമെന്ന്. വേ ഷഹർ സെ ഘർ തക്ക് കി 18 മീൽ കി ദൂർ പൈദൽ ചലെ, അദ്ദേഹം ടൗണിൽ നിന്ന് വീട്ടിലേക്ക് 18 മീറ്റർ ദൂരം നടന്നു. മേരാ മൻ ഫൂട്ട് ഗയ, എൻ്റെ മനസ്സാകെ തകർന്നു. ഉസ് വക്ത് ജീവൻ കാ അഹം നിർണയ ലിയ, കബി झूठ नहीं बोलूंगा, ആ ഒരു സമയത്ത് ഞാനൊരു നിർണയം എടുത്തു, ഇനി ഞാൻ ഒരിക്കലും നുണ പറയില്ല എന്ന്. അപ്പോൾ ഇത് വളരെ ഷോർട്ടായിട്ടുള്ളൊരു ഡയറിയാണ്. നന്നായിട്ട് പഠിക്കുക, പരീക്ഷയ്ക്ക് എന്തായാലും വരും. അടുത്ത 12ാമത്തെ ക്വസ്റ്റ്യൻ, बात उस मंगलवार की डायरी का अंश पढ़े और 12 और 13 के उत्तर लिखी. 12ാമത്തെ ക്വസ്റ്റ്യനും 13ാമത്തെ ക്വസ്റ്റ്യനും ബാത്ത് ഊസ് മംഗൾവാർ കി എന്ന പാഠത്തിലെ പാസേജുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ 12ാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാം. ഡോക്ടർ രമണി അട്കുരി കിസ് പ്രകാർ കി ഡോക്ടർ ബന്ന ചാഹത്തി ഹെ. ആൻസർ, ഗരീബോം കി സേവ കർണേ വാലി, പാവങ്ങളെ സേവിക്കുന്ന, അല്ലേ. അടുത്ത 13ാമത്തെ ക്വസ്റ്റ്യൻ, ഡോക്ടർ രമണി അട്കുരി കി ചരിത്രഗത വിശേഷതാവും പർ ടിപ്പണി ലിഖേ. ക്യാരക്ടർ സ്കെച്ചാണ് കേട്ടോ. ഡോക്ടർ രമണി അട്കുരിയെ കുറിച്ചിട്ട് അവരെ കുറിച്ചിട്ടുള്ള ക്യാരക്ടർ സ്കെച്ചാണ് എഴുതേണ്ടത്. നമുക്കത് നോക്കാം. गरीबों का डॉक्टर, डॉक्टर रमणी अटकुरी एक आदर्श डॉक्टर है. गरीबों के प्रति उनके मन में बड़ी सहानुभूति है. उन बेचारों की चिकित्सा करना, उनकी स्थितियों को समझना और उन्हें समझा बुझाना वे अपना कर्तव्य मानती है. वे घने जंगलों से सफ़र करती है, पैदल नदी पार करती है, बिना लाइट पंखे के एक कच्ची झोंपड़ी में मरीजों को देखती है और ज़मीन पर सोती है. कर्तव्यनिष्ठा और सेवा भाव ही उनसे ये सारी बातें करवाते हैं जिनका उम्मीद आज के ज़माने में एक पढ़े लिखे डॉक्टर से नहीं कर सकते. डॉक्टर रमणी अटकुरी को अपनी सामाजिक जिम्मेदारी की सही जानकारी है और उसे निभाने में वे खुद आनंद का अनुभव करती है. इसलिए वे कहती है, मुझे इसी तरह का डॉक्टर बने रहना है, यही काम मुझे अच्छा लगता है. അപ്പോൾ ഞാനിത് വായിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഫുൾ അർത്ഥം പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയം വേണം. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോ ഓൾറെഡി മുന്നേ ചെയ്തിട്ടുണ്ട്, പ്ലേലിസ്റ്റ് നോക്കിയാൽ കിട്ടും. അപ്പോൾ ഇതിൻ്റെയൊക്കെ മലയാള അർത്ഥം അതിൽ കിട്ടും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 14ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇസ് ബാരിഷ് में कविता की ये पंक्तियां पढ़े, प्रश्न 14 और 15 के उत्तर लिखे. പോയം വായിച്ചിട്ട് വേണം നിങ്ങൾ ആൻസർ ചെയ്യാൻ. 14ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, കവിതാംശ में बादल के लिए प्रयुक्त शब्द कौन सा है. ബാദൽ എന്നതിന് പ്രയുക്തമായിട്ടുള്ള വേറൊരു വാക്ക് ഏതാണ്. ആൻസർ, ഘട്ടായേ. അടുത്ത 15, നിമ്നലിഖിത ആശയവാലി പങ്ക്തിയാൻ ചുൻകർ ലിഖേ. താഴെ തന്നിട്ടുള്ള ആശയം വരുന്ന വരികൾ എടുത്തെഴുതുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആശയം ഇതാണ്, കിസാൻ കി ജമീൻ അബ് ജിസ്കെ പാസ് ഹേ, കാലെ ബാദൽ ബി ഉസി കെ ലിയെ ഉമ്മടത്തെ ഹേ. അപ്പോൾ അത് നമ്മുടെ ആദ്യത്തെ 1ഉം 2ഉം വരികളാണ് എഴുതേണ്ടത്. അബ് ജോ ഗിർത്തി ഹേ ഖാലി ഘട്ടായേ ഉസി കെ ലിയെ ഗിർത്തി ഹേ. ഓക്കെ, ആദ്യത്തെ 2 വരിയാണ് നമ്മൾ എടുത്തെഴുതേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തത്, ജ്ഞാൻ മാർഗ ഏകാംഗിക അംശ പഠേ और प्रश्न 16 और 17 के उत्तर लिखे. ജ്ഞാൻ മാർഗ എന്ന പാഠത്തിലൊരു ഭാഗം കൊടുത്തിട്ടുണ്ട്. സഹി പ്രസ്താവ് ചുൻകർ ലിഖേ. ആൻസർ, ജ്ഞാൻ സേ കിസി കാ നുക്സാൻ നഹീ ഹോനാ ചാഹിയെ. അടുത്ത് 17, ജ്ഞാൻ തോ സബ്കി ഭലായി കെ ലിയെ ഹി ഹോത്താ ഹേ, ഗുരു കെ ഇസ് കഥൻ പർ ആപ്കാ വിചാർ ക്യാ ഹേ ലിഖേ. അറിവ് എന്നത് എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കണം എന്ന ഗുരുവിൻ്റെ ഈ വാക്കിനോട് നിങ്ങൾ എത്രമാത്രം യോജിക്കുന്നു.
അതിനെക്കുറിച്ചൊരു കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഉചിത് വാക്യ ചുൻകർ ചിത്ര കഹാനിക്ക് പൂർത്തി കരയും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇങ്ങനെ ചിത്ര കഹാനി എല്ലാ പ്രാവശ്യവും വരാറുണ്ട് കേട്ടോ. അതായത് 4 ഇങ്ങനെ ഓരോ ചിത്രങ്ങളുണ്ട്, അതിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്. ആ ഓപ്ഷൻ വെച്ചിട്ട് അത് ഏത് ഭാഗത്താണ് യോജിക്കുന്നത് എന്ന് എഴുതേ വേണ്ടുള്ളൂ. വളരെ ഈസിയാണിത്. അപ്പോൾ ഒന്നാമത്തെ കോളത്തിൽ ആരോ എന്തോ കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ എന്താ കൊടുത്തിട്ടുള്ളത്? ലക്ഷ്മി റോട്ടി ബനാ രഹി തി. ലക്ഷ്മി ചപ്പാത്തി ഉണ്ടാക്കുന്നു. അടുത്തത് എന്താണ്? അടുത്തത് 2, ഹമേം ബി ഏക്ക് റൊട്ടി ദോ. ഞങ്ങൾക്കും ഒരു ചപ്പാത്തി തരുമോ? ഇവർ ചോദിക്കുകയാണ് അല്ലേ, എലിയും തവളയും ചോദിക്കുകയാണ് ഹമേം ബി ഏക്ക് റൊട്ടി ദോ. അപ്പോൾ മൂന്നാമത്തെ എന്താ? ലക്ഷ്മീനെ ഗുസ്സേ സെ ചിമട്ട ഉഡാലിയ. ലക്ഷ്മി ദേഷ്യം കൊണ്ട് ആ ചിമട്ട, എന്താണ് ചപ്പാത്തി എടുക്കുന്ന ആ ചിമട്ട എടുത്തു, പ്ലക്കർ എടുത്തു. 4 എന്താ പറയുന്നത്? മേടക് ഗൂദ് കർ ബച്ച് ഗയ ഔർ ചൂഹ റൊട്ടി ലേ ഭാഗ. തവള അവിടുന്ന് ചാടിപ്പോയി, പക്ഷേ എലിയാണെങ്കിൽ ഒരു ചപ്പാത്തി എടുത്തിട്ടാണ് ഓടിയത്. അപ്പോൾ ഇതൊക്കെ വളരെ ഈസിയാണ് അല്ലേ. അപ്പോൾ 8ാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇനിയും ഞാൻ പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ അടുത്ത വർഷം 9ാം ക്ലാസ്സിലേക്ക് പോകുന്ന അടുത്ത വർഷവും അതുപോലെ 10ാം ക്ലാസ്സിലുള്ള ഓരോ കാര്യങ്ങളും ഫോക്കസ് ഏരിയയെക്കുറിച്ചും പിന്നെ പരീക്ഷയെക്കുറിച്ചിട്ടുള്ള വീഡിയോ ഒക്കെ അതാത് സമയത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോ ഉപയോഗപ്രദമായി എങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഡൗട്ടുകൾ കമൻറ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങളിതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.